ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സ്നേഹതീരത്തെ മുഴുവനും വേദനയിലാഴ്ത്തിക്കൊണ്ട് നമ്മുടെ അരവിന്ദൻ എന്നേക്കുമായി ഈ ലോകം വിട്ടു പോയിരിക്കുകയാണ് കേട്ടോ. ആ പെൺമക്കൾക്കും അമ്മയ്ക്കും ഈ സങ്കടമൊന്നും താങ്ങാൻ സാധിക്കാതെ നെഞ്ചു തകർന്ന് അവർ കരയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും സുജാത അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സുജാതയെ പോയി വിവരം അറിയിക്കാനായിട്ട് വിനീത് നേരെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും സുജാത ഒരു വടിയെടുത്തവനെ തല്ലുക. എടാ നാണമില്ലാത്തവനെ, അവിടെ ആ ഗംഗയുടെ നിശ്ചയം കൂടാനായിട്ട് നീ എന്തിനാടാ പോയത്? അവിടെ പോയി അവർക്ക് വീണ്ടും അടിമപ്പണി ചെയ്യാനായിരിക്കും അവൻ പോയത്. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നേക്കോ. നിനക്ക് നാണം ഉണ്ടോടാ? അവൾ നിന്നെ എത്ര കാര്യമായിട്ടാണ് വേദനിപ്പിച്ചത്. എന്നിട്ട് നീ എങ്ങനെയാണ് ഇതെല്ലാം മറന്ന് എൻ്റെ ഏട്ടനും കുടുംബത്തിനും വേണ്ടി വീണ്ടും പോയി കിടന്ന് പണിയെടുക്കുന്നത്? നീ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് സുജാത ദേഷ്യപ്പെടുക. അമ്മയൊന്നും മിണ്ടാതിരിക്കുക. എന്തു മിണ്ടാതിരിക്കാൻ? കാര്യം എൻ്റെ ഏട്ടനും കുടുംബമൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു നെറുകേട് നിന്നോട് കാണിച്ച് അവരോടൊന്നും ക്ഷമിക്കാൻ ഈ സുജാതയ്ക്ക് ഒരിക്കലും സാധിക്കില്ല. മരിച്ചാൽ പോലും ഞാനിനി ആ മനുഷ്യനോട് മിണ്ടത്തില്ല എന്നൊക്കെ സുജാത പറഞ്ഞ് നമ്മുടെ വിനീതിനിട്ട് തല്ലുക. നീ ഇനി ആ വീട്ടിൽ കയറിപ്പോയേക്കരുത്. ഇനി എന്നെയും കൂടി ക്ഷണിക്കാൻ അവൻ വന്നിരിക്കുക. അതിനല്ലടാ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്. എനിക്കവിടെ ഒന്നും കാണുകയും വേണ്ട, ഒന്നും വേണ്ട. ആ കുടുംബമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല എന്നൊക്കെ സുജാത പറയാം. പെട്ടെന്ന് വിനീത് അവിടെ നിന്ന് പൊട്ടിക്കരയുക. എടാ, നിന്റെ നെഞ്ച് തകർത്തുകൊണ്ട് അവൾ പോയെന്ന് എനിക്കറിയാം. ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് അവളുടെ കല്യാണത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് ഓടി നടക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് അപ്പോൾ വിനീതിൻ്റെ ചേച്ചിയും ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കാര്യം അറിയാതെ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടല്ലേ? എന്ത് കാര്യം? ആ വീട്ടിൽ പോയിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്? അവിടെ പോയി അവർക്ക് വേണ്ട സഹായം ചെയ്യാനായിട്ട് ചെന്നതല്ലേ നീ? അല്ലാതെ വേറൊന്നും അല്ലല്ലോ. ഞങ്ങളെയും കൂടി അതിന് കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് വിനീതിൻ്റെ ചേച്ചി അപ്പോൾ പറയും. അതൊന്നും അല്ല കാര്യം. ചേച്ചി, നീ എങ്കിലും കാര്യം അറിയാതെ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടാതെ. അമ്മയുടെ സ്വഭാവം പിന്നെ ഇങ്ങനെയാണ് എന്ന് വിനീത് പറയും. എന്ത് കാര്യം? അമ്മേ, ഇനി അമ്മാവനില്ല. അമ്മേ എവിടെയില്ലെന്ന്? ചേട്ടൻ അവിടെ തന്നെ ഉണ്ടല്ലോ. ഇന്നിപ്പോൾ ഗംഗയുടെ നിശ്ചയമല്ലേ. അതുകൊണ്ട് അരവിന്ദേട്ടൻ അവിടെ നിന്ന് എങ്ങോട്ട് മാറാൻ പോകുന്നില്ല. നീ എന്താ ഈ പറയുന്നേ? അമ്മാവൻ നമ്മളെയൊക്കെ വിട്ടിട്ട് എന്നേക്കുമായി പോയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വിനീത് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ സുജാതയ്ക്ക് അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ സ്തംഭിച്ച് നിൽക്കുക. എടാ വിനീത, നീ എന്താടാ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലടാ. അരവിന്ദേട്ടൻ എവിടെ പോയെന്ന് നീ എന്നാടാ പറയുന്നേ? അമ്മാവന് അറ്റാക്കായിരുന്നു. ഇന്ന് രാവിലെ നേരം വെളുത്തപ്പം മരിച്ചു കിടക്കുമായിരുന്നു. ഇപ്പം ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയാണ്. അത് ആക്കുമ്പോൾ സുജാതയാണെങ്കിൽ നെഞ്ച് തകർന്ന് കരയാണ് കേട്ടോ. അരവിന്ദേട്ടാ എന്നും പറഞ്ഞുകൊണ്ട്, എനിക്ക് ഈ ലോകത്താകെ സ്വന്തമെന്ന് പറയാനുള്ളത് അരവിന്ദേട്ടനല്ലേ ഉള്ളൂ. എന്നെ വിട്ടിട്ട് പോയോ എന്നും പറഞ്ഞ് സുജാത കാറി കൂവാണ്. ഇപ്പം സുജാത നെഞ്ച് തകർന്ന വേദനയോട് കൂടി തന്നെ സ്നേഹതീരത്തേക്ക് ഓടിപ്പോവാണ് കേട്ടോ. അതേസമയം അവിടെ നിശ്ചയം കൂടാനായിട്ട് വന്ന ആൾക്കാരൊക്കെ ഈ അവസ്ഥയിൽ ആകെ വിഷമിച്ച് നിൽക്കാം. ഇന്നൊരു സന്തോഷകാര്യം നടക്കേണ്ട നിമിഷം മരണ വീടായി പോയല്ലോ. അതുകൊണ്ട് ഇനി ഈ കല്യാണം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഏകദേശം അവരും എത്തിയിരിക്കുന്നത്. അപ്പോൾ സുജാത കരഞ്ഞുകൊണ്ട് അരവിന്ദൻ്റെ ബോഡിയുടെ അടുത്തേക്ക് നിന്ന് നെഞ്ചു തല്ലി കരയുവാണ്. എൻ്റെ അരവിന്ദേട്ടാ, ഇങ്ങനെ ഒരു നിമിഷം കാണാനായിട്ടാണോ ഞാൻ ജീവിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ഇപ്പോൾ കൂടപ്പറപ്പിനെ നഷ്ടപ്പെട്ടു, ഇനി സുജാതയ്ക്ക് ആരാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് സുജാത കരയുവാണ്. അപ്പോഴത്തേക്കുമാണ് ആ ചെറുക്കനെയും കൂട്ടുകാരെയും കാണുന്നത്. എൻ്റെ അരവിന്ദേട്ടൻ്റെ ജീവൻ എടുക്കാനായിരുന്നോ കല്യാണ ചെറുക്കനായിട്ട് നീ ഈ വീടിൻ്റെ പടി കയറി വന്നതെന്നൊക്കെ പറഞ്ഞ് അവരെ മോശമായിട്ട് സുജാത പറയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പം എല്ലാം കൊണ്ടും ആകെ തകർന്ന് നിൽക്കുക. അപ്പോൾ ഗംഗയോടും ദേഷ്യപ്പെടും. നിനക്കല്ലായിരുന്നോ വലിയ കൊമ്പത്തെ ആലോചന കൊണ്ടുവന്ന് കല്യാണം നടത്തണമെന്ന്? എൻ്റെ ഏട്ടൻ്റെ ജീവൻ എടുക്കാനായിരുന്നോടി നീയൊക്കെ കൂടി തുനിഞ്ഞത് എന്നൊക്കെ ഗംഗയോടും പറയാം. അതേസമയം സുജാതയുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തീർക്കുമ്പം അതൊക്കെ നെഞ്ചു തകർന്ന വേദനയോടെ ഏറ്റുവാങ്ങുന്ന ഒരു കുടുംബത്തെ അവരാരും കാണുന്നില്ല. കാരണം ശാരദയും മക്കളും അതുപോലെ തകർന്ന് നിൽക്കുക. അതിൻ്റെ കൂടെയാണ് സുജാത ഈ രീതിയിൽ സംസാരിച്ച് കരയുന്നതും കൂടി. അപ്പോൾ ഗംഗ ആകെ തകർന്ന് അടിഞ്ഞ് സ്വന്തം റൂമിലേക്ക് ചെല്ലുക. ഞാൻ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം, എൻ്റെ ആഗ്രഹം കാരണമല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. എനിക്കറിയാം അച്ഛൻ എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സാമ്പത്തിക പ്രതിസന്ധി, അതുകൊണ്ട് അച്ഛന് സഹിക്കാൻ പറ്റാതെ അറ്റാക്ക് വന്നത്. അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടപ്പറപ്പിൻ്റെ അകന്നതിലുള്ള വേദന, ഇതെന്തോ കാരണം അച്ഛന് സങ്കടം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ സംഭവിച്ചത്. ഞാനാ കാരണം. എനിക്കിനി കല്യാണം വേണ്ട, ഒന്നും വേണ്ട എന്നും പറഞ്ഞ് ഗംഗയ്ക്ക് അവിടെ വേണ്ടി വാങ്ങി വെച്ചിരുന്ന ആഭരണങ്ങളൊക്കെ എടുത്ത് എറിയുവാണ് കേട്ടോ. റൂമിലുള്ള സാധനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളയുക. അപ്പോഴത്തേക്കും അങ്ങോട്ട് ഓടി വരിക നമ്മുടെ കാവേരി. ഗംഗേച്ചി, നീ എന്താ ഈ കാണിക്കുന്നേ? കാവേരി, ഞാൻ കാരണമോ നമ്മുടെ അച്ഛൻ മരിച്ചത്? അപ്പച്ചിയുമായിട്ട് പിണങ്ങാൻ കാരണവും ഞാൻ ഒറ്റ ഒരുത്തി കാരണമോ? അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ ഇപ്പോഴും നമ്മുടെ കൂടെ സന്തോഷത്തോടെ ഉണ്ടായിരുന്നേ. ഞാൻ വിനീതേട്ടനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നല്ലേ എന്നും പറഞ്ഞ് നെഞ്ച് തകർന്ന് കാവേരി കരയുവാണ് കേട്ടോ.
കാവേരിയല്ല, നമ്മുടെ ഗംഗ കാര്യമാണ് കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും കാവേരിക്ക് ഒത്തിരി സങ്കടം വരിക. നീ എന്താ ഈ ചേച്ചി ഈ പറയുന്നത്? ആരും കാരണമല്ല, നമുക്ക് ഭാഗ്യമില്ലാതെ പോയി. നമ്മുടെ അച്ഛൻ്റെ സ്നേഹം ഇത്രയും കിട്ടാനേ നമുക്ക് ഭാഗ്യമുള്ളൂ. അതുകൊണ്ടാണ് അച്ഛൻ നമ്മളെ വിട്ടിട്ട് പോയത്, അല്ലാതെ ആരും കാരണക്കാരി അല്ല ചേച്ചി. നീ നിൻ്റെ ആഗ്രഹത്തിനൊരു കല്യാണം നടത്തണമെന്ന് ആഗ്രഹിച്ചു, അതിലൊരു തെറ്റുമില്ല. നീ ഇങ്ങനെ സ്വയം ബ്ലെയിം ചെയ്യാതേടി എന്നും പറഞ്ഞ് ഗംഗയെ കെട്ടിപ്പിടിച്ച് കാവേരി ആശ്വസിപ്പിക്കുക. നമ്മുടെ ഭാഗ്യക്കേടുകൊണ്ടാണ് അച്ഛൻ മരിച്ചത്. നമുക്ക് അച്ഛൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം ഇത്ര അവസരമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ സ്നേഹം കണ്ടിട്ട് ദൈവത്തിന് പോലും കുശുമ്പുണ്ടായി കാണും. നമുക്ക് ഇത്രയും സ്നേഹം കൊടുത്താൽ മതി എന്ന് ദൈവവും തീരുമാനിച്ച് കാണും എന്ന് പറഞ്ഞ് കാവേരി ഗംഗയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. നീ ഇങ്ങനെ സ്വയം തകർന്നു പോവല്ലേ, ഞങ്ങളെ എല്ലാവരെയും ഈ തകർച്ചയിൽ നിന്ന് കര കയറ്റേണ്ടത് നീയല്ലേ ഞങ്ങളെ ആശ്വസിപ്പിക്കേണ്ടത്. നീ തന്നെ സ്വയം ഇങ്ങനെ ഇല്ലാതാക്കല്ലേ ഗംഗേച്ചി എന്നും പറഞ്ഞ് കാവേരിയും കെട്ടിപ്പിടിച്ച് കരയുവാണ്. ഇതേ സമയം അരവിന്ദൻ്റെ മരണം അറിഞ്ഞ ജയപാലാണെങ്കിൽ ഒരു റീത്തൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരിക. എന്നിട്ട് താൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടാണ് ആ പാവ മനുഷ്യൻ മരിച്ചതെന്ന ഒരു കുറ്റബോധവും ഇല്ലാതെ അരവിന്ദൻ്റെ ബോഡിക്ക് മുന്നിൽ നിന്ന് നെഞ്ചു പൊട്ടി കരയാണ് കേട്ടോ. അപ്പോൾ വിശാലാണെങ്കിൽ ജയപാലനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കും. പക്ഷെ എൻ്റെ അരവിന്ദ്, നീ എന്നെ വിട്ടിട്ട് പോയല്ലോടാ, നീ ഇല്ലാത്ത ഈ ലോകത്ത് ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അഭിനയിച്ച് തകർക്കുകയാണ് കേട്ടോ ജയപാലൻ. കാരണം അരവിന്ദൻ്റെ മരണത്തിൽ തനിക്ക് ഒരു പങ്കുണ്ടെന്ന് ആരും വെറുതെ പോലും ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ജയപാലൻ ഈ രീതിയിൽ കരയുന്നത്. ശാരദയും മക്കളെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടുള്ള കരച്ചിലാണ് നമ്മുടെ ജയപാലൻ അവിടെ കാഴ്ചവെക്കുന്നത്. ശാരദയും മക്കളും അവരുടെ നെഞ്ച് തകർന്ന് വിലപിക്കുമ്പോൾ ജയപാലൻ അവിടെ കരച്ചിൽ അഭിനയിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും വേദന തോന്നുന്ന രീതിയിൽ സ്വന്തം കൂടപ്പിറപ്പായി കണ്ട കൂട്ടുകാരൻ്റെ വിയോഗം അത്രയേറെ തന്നെ ബാധിച്ചു എന്ന് കാണിക്കാനായിട്ട് ജയപാലൻ കരഞ്ഞ് ബഹളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശാൽ ഒരു വിധത്തിൽ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ജയപാലനെ മാറ്റുന്നതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് കഴിയുമേ. ഇതേസമയം നമ്മുടെ നിളയും ഒക്കെ മിണ്ടാതെ നിൽക്കുകയാണ്. തൻ്റെ അച്ഛൻ്റെ സ്നേഹം തനിക്ക് ലഭിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് ആ കൊച്ചുകുട്ടിക്ക് എങ്ങനെ കരഞ്ഞ് തീർക്കണമെന്ന് പോലും അറിയില്ല. നിശബ്ദമായിട്ട് അവൾ കരയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ യമുനയുണ്ട് കേട്ടോ. അപ്പോൾ ശാരദയെ കെട്ടിപ്പിടിച്ച് നീളയിരിക്കുക. അവരുടെ ആ ഇരിപ്പും നിസ്സഹായ അവസ്ഥയും കണ്ടു കഴിയുമ്പം നെഞ്ച് തകർന്നു പോകും. ആ അവസ്ഥയിൽ ആ കുടുംബം മുഴുവനും നിൽക്കുന്നത്. ഇതിൽ നിന്നൊക്കെ തൻ്റെ കുടുംബത്തെ എങ്ങനെ കരകയറ്റണമെന്നറിയാതെ എല്ലാവരും തകർന്നു പോയെടുത്ത് കാവേരി മാത്രം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. സ്വന്തം അച്ഛൻ്റെ വിയോഗം അവളെ അത്രയേറെ തകർന്നു. തൻ്റെ അമ്മയും കൂടപ്പറപ്പുകളും അത്രയും തകർന്ന ഈ അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യാൻ തനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് കാവേരിക്ക് വരിക. അതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും കൂടി തൻ്റെ മനസ്സിലെ വിഷമങ്ങൾ അടക്കി നിർത്തിക്കൊണ്ട് കാവേരി ആശ്വസിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് നാളെ സാധിക്കും കേട്ടോ. അപ്പം അച്ഛൻ്റെ ചിതയ്ക്ക് കൊടുക്കാൻ പോലും നമ്മുടെ കാവേരിയാണ് മുന്നിട്ടിറങ്ങുന്നത്. അതുപോലെ അവൾ എല്ലാ കാര്യങ്ങളും മുന്നിട്ടിറങ്ങി ചെയ്യാണ്. നെഞ്ച് തകർന്ന വേദനയിലും ആരും കാണാതെ കരച്ച് തീർത്ത് അവൾ അവിടെ സ്വയം ഒരുക്കി നിൽക്കുന്ന അവസ്ഥയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വിനീതും എല്ലാത്തിനും കൂടെ കാവേരിയുടെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗംഗയുടെ നെഞ്ച് തകർന്നുള്ള കരച്ചിൽ കാണുമ്പം ജനലിൽ കൂടെ ഇത് നമ്മുടെ വിനീത് കാണുന്നുണ്ട്. വിനീതിനും ആകെ തകർന്നു പോവാം. തൻ്റെ അമ്മ ഇപ്പം ഇവിടെ വന്ന് പറഞ്ഞ ഈ സംസാരമൊക്കെയാണ് ഗംഗ ഈ രീതിയിൽ അടിമുടി തകർത്ത് കളഞ്ഞതെന്ന് തിരിച്ചറിവ് വിനീതിനും ഉണ്ടാവുകയാണ് കേട്ടോ. തൻ്റെ അച്ഛൻ്റെ മരണത്തിൻ്റെ കാരണക്കാരി താൻ മാത്രമാണെന്നൊരു ചിന്ത ഗംഗയ്ക്കുള്ളിൽ ഉരുത്തിരിയുക. ആകെ തകർന്ന് തരിപ്പണമായിട്ട് നമ്മുടെ ഗംഗയെ നിൽക്കുന്നതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. പക്ഷേ ഇതിൽ നിന്നെല്ലാം അതിജീവിച്ച് ആ പെൺകുട്ടികളും ആ പാവവും അമ്മയും മുന്നോട്ട് ജീവിക്കുന്നതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാൻ കഴിയും. അവർക്കെല്ലാവർക്കും താങ്ങായി തണലായി കാവേരി എന്ന വൻ വൃക്ഷവും വളർന്നു വരുന്നത് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും